ഈ ചോക്ലേറ്റ് ഡ്രിപ്പിംഗ് ചെയ്തിട്ടുള്ള കേക്കുകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ. വൈറ്റ് ചോക്ലേറ്റ് ആയാലും ഡാർക്ക് ചോക്ലേറ്റ് ആയാലും കാണാനും മാത്രമല്ല കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ഡ്രിപ്പിങ്ങും അതുപോലെ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അളവുകൾ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുമ്പോൾ ചോക്ലേറ്റ് എടുക്കുന്ന അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും, അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് ആണെച്ചെങ്കിൽ 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് തന്നെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ചേർക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഡ്രിപ്പിങ്ങും ഫ്രോസ്റ്റിങ്ങും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവർ വരുന്നൊരു കേക്കാണ്. കസ്റ്റമർ ഞാൻ തന്നെ അയച്ചു കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനിൽ നിന്നാണ് ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് ഡ്രിപ്പിങ്ങും അതുപോലെ അക്രിലിക് കട്ടേഴ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹാർട്ട് ഷേപ്പിൽ വരുന്ന അക്രിലിക് കട്ടേഴ്സാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബർത്ത്ഡേ ടോപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് തന്നെ പേര് എഴുതി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. പക്ഷേ ലുക്ക് വരുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.